സ്ത്രീവിരുദ്ധ ഹർത്താലിന്റെ മറവിൽ സംഘപരിവാർ പ്രവർത്തകർ കാസർഗോഡ് ബായാറിൽ ബൈക്ക് യാത്രക്കാരൻ മൂസക്കുഞ്ഞിയെ വളഞ്ഞിട്ട് മൃഗീയമായി ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ ടിവിക്ക്. അതീവ ഗുരുതര നിലയിൽ മൂസക്കുഞ്ഞിയെ മംഗളൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൈക്കയിൽ സിപിഎം പ്രവർത്തകൻ അച്യുതനെ ഹർത്താൽ അനുകൂലികൾ മൃഗീയമായി ആക്രമിച്ചത് വീട് വളഞ്ഞാണ്. കാസർഗോഡ് ബായാറിൽ ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന മൂസക്കുഞ്ഞി എന്ന കരീമിനെ സംഘപരിവാർ പ്രവർത്തകർ വളഞ്ഞിട്ടാക്രമിക്കുകയായിരുന്നു. കൈകളിൽ വടികളും മാരകായുധങ്ങളുമായി റോഡിലൂടെ സംഘമായി നീങ്ങുമ്പോഴാണ് RSS BJP പ്രവർത്തകരുടെ മുന്നിൽ കരീം എത്തിപ്പെട്ടത്. തുടർന്ന് കരീമിനെ സംഘം വളഞ്ഞിട്ടാക്രമിക്കുന്ന വിദൂര ദൃശ്യങ്ങൾ CCTVയിൽ ലഭ്യമായി. അക്രമികളെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കരീമിനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ നാട്ടുകാർ ഉടൻ എത്തിച്ചതിനാൽ ജീവൻ രക്ഷിക്കാനായി. പൈക്ക മാളങ്കയിലെ CPIM പ്രവർത്തകൻ അച്യുതനെ വീട് വളഞ്ഞാണ് RSS BJP പ്രവർത്തകർ ഭീകരമായി മർദ്ദിച്ചത്. അച്യുതന്റെ കൈയൊടിഞ്ഞു, ശരീരമാസകലം പരിക്കുണ്ട്. അച്യുതനെ EK നയനാർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രകോപനങ്ങളൊന്നുമില്ലാതെയായിരുന്നു അച്യുതനെ ആക്രമിച്ചത്. 100-100ഓളം ആൾക്കാർ മാളങ്കൈ പ്രദേശത്ത് നിന്ന് സംഘടിച്ച് കത്തിയും വടിയും കുപ്പിച്ചില്ല് തുടങ്ങിയ ആയുധങ്ങളുമായി സംഘടിച്ച് വരുന്ന വഴിയിലാണ് ഈ അച്യുതൻ എന്ന് പറയുന്ന ആളുടെ വീട്. വീട്ടിൽ കയറിയിട്ട് ആദ്യത്തെ അടി വടി കൊണ്ട് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ് ആദ്യം അടിക്കുന്നത്. അടിച്ച ഉടനെ ഇയാൾ അവിടെ തന്നെ വീണ് ബോധമില്ലാതെ വീഴുന്ന ഒരവസ്ഥയുണ്ടായത്. വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, പാർട്ടി ഓഫീസുകൾ, വാഹനങ്ങൾ എന്നിവയ്ക്കു നേരെയും ആക്രമണമുണ്ടായി. CPIMന്റെയും മറ്റ് സംഘടനകളുടെയും കൊടികളും പ്രചാരണ ബോർഡുകളും നശിപ്പിച്ചു. സംഘപരിവാർ പ്രകടനത്തിൽ പോലീസിന് നേരെയും ആക്രമണമുണ്ടായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉത്തരേന്ത്യൻ മാതൃകയിൽ ജനങ്ങളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനാണ് BJP RSS ശ്രമമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സംസ്ഥാനത്ത് അരാജകത്വം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. RSS നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. വനിതാ മതിലിലൂടെ സ്ത്രീകൾ ഉയർത്തെഴുന്നേറ്റതിൽ സംഘപരിവാർ പരിഭ്രാന്തരായതാണ് ആക്രമണങ്ങൾക്ക് കാരണം. സംസ്ഥാനത്തെമ്പാടും CPIMന്റെയും CPIയുടെയും ഓഫീസുകൾ അടിച്ചു തകർക്കുകയും കടകൾക്ക് തീവയ്ക്കുകയും ചെയ്തു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരും. മാധ്യമപ്രവർത്തകരെയും RSSകാർ കടന്നാക്രമിക്കുകയാണ്. ശബരിമലയിൽ സ്ത്രീകളെ കയറാൻ അനുവദിക്കില്ലെന്നായിരുന്നു RSSന്റെ പ്രഖ്യാപനം. എന്നാൽ അവർ പറയുന്നത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല. കേരള ജനത ഹർത്താൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. സ്ത്രീ സമൂഹത്തിന്റെ ഒരു നവോത്ഥാന ഉയർത്തെഴുന്നേൽപ്പ് ഇത് തകർക്കാനാണ് ഭയപ്പെടുത്തുക എന്നുള്ളതിലേക്ക് അവരിപ്പോൾ ചിന്തിക്കുന്നത്. മറ്റ് പല സംസ്ഥാനങ്ങളിലും ആളുകളെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ RSSന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് ഇന്ന് നടന്ന സംഭവങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി RSSന്റെ ഈ ഹർത്താൽ ആഹ്വാനം ജനങ്ങൾ പൊതുവിൽ തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിച്ചപ്പോൾ നടയടച്ച തന്ത്രിയുടെ നിലപാട് ഭരണഘടനാ വിരുദ്ധമാണ്. സുപ്രീം കോടതി വിധി അംഗീകരിക്കാൻ ഭരണഘടനാ പദവിയിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നില്ലെന്നും കോടിയേരി പറഞ്ഞു. സ്ത്രീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധി മറികടക്കാൻ ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന UDF MPമാരുടെ നിലപാടിനോട് മുസ്ലിം ലീഗ് യോജിക്കുന്നുണ്ടോ എന്നും കോടിയേരി ചോദിച്ചു. അങ്ങനെ വന്നാൽ അയോധ്യയിലും BJP സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്നാൽ ലീഗിന്റെയും കോൺഗ്രസിന്റെയും നിലപാട് എന്തായിരിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIM നേതാവിനെയും CITU പ്രവർത്തകനെയും കൊലപ്പെടുത്താൻ RSS ശ്രമം. CPIM പുതുപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗവും പനച്ചിക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ PK മോഹനനാണ് RSS ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. കമ്പിവടിക്ക് തലക്കടിയേറ്റ മോഹനൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്ത്രീവിരുദ്ധ ഹർത്താലിന്റെ മറവിൽ അഴിഞ്ഞാടിയ BJP RSS അക്രമി സംഘം പനിച്ചിക്കാട് പരുത്തുംപാറ കവലയിൽ CPIMന്റെ കൊടിയും ഫ്ലക്സ് ബോർഡുകളും കൊടിമരവും നശിപ്പിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് CPIM പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിന് നേരെ RSS ആക്രമണം നടത്തുകയായിരുന്നു. PK മോഹനെയും അജിത്തിനെയും വളഞ്ഞിട്ട് ആക്രമിച്ചു. മോഹനന്റെ തലപൊട്ടി ചോര ഒഴുകുമ്പോഴും മർദ്ദനം തുടർന്നു. കൈകൾക്കും കാലുകൾക്കും മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. മർദ്ദനമേറ്റ അജിത്ത് അബോധാവസ്ഥയിലാണ്. CPIM ജില്ലാ സെക്രട്ടറി VN വാസവൻ അക്രമത്തെ അപലപിച്ചു. ഈ സംഭവങ്ങൾ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും ജില്ലയിലൊട്ടാകെ ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നും നാളെയും നടത്താനായിട്ട് പറഞ്ഞിരുന്നു. ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചോഴിയക്കാട് സ്വദേശികളായ മനു, സന്തോഷ് എന്നീ RSS പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. ഇവർക്കെതിരെ കേസെടുക്കണമെന്നും CPIM ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
തിരുവനന്തപുരം നരുവാമൂട്ടിൽ സിപിഎം പ്രകടനത്തിന് നേരെ RSS ബോംബാക്രമണം. ആക്രമണത്തിൽ SFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ആകാശ് കൃഷ്ണയുടെ കൈപ്പത്തിക്ക് ഗുരുതര പരിക്ക്. 10ഓളം DYFI CPIM പ്രവർത്തകർക്കും പരിക്കുണ്ട്. ഇന്നലെ വൈകിട്ട് 6:30 ഇടവക്കോട് വെച്ചാണ് സംഭവമുണ്ടായത്. തിരുവനന്തപുരം പ്രാവച്ചമ്പലത്ത് വൈകിട്ട് 6:30 CPIMന്റെ പ്രകടനം നടക്കുന്നതിനിടെയാണ് RSSകാർ ബോംബെറിഞ്ഞത്. ബോംബേറിൽ SFIയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ആകാശ് കൃഷ്ണയുടെ കൈപ്പത്തി അറ്റുതൂങ്ങി. 10 CPIM DYFI പ്രവർത്തകർ കൂടി പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ആകാശിന്റെ നില ഗുരുതരമാണ്. പ്രവർത്തകരുടെ നേരെ വന്ന ബോംബ് കൈകൊണ്ട് തട്ടിമാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആകാശിന് പരിക്കേറ്റത്. ആകാശിനെ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ബുധനാഴ്ച രാത്രി നേമം പ്രാവച്ചമ്പലം ഭാഗത്ത് വ്യാപകമായി CPIMന്റെ പ്രചരണ ബോർഡുകളും കൊടികളും നശിപ്പിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് നരുവാമൂട്ട് നിന്നും പ്രാവച്ചമ്പലത്തേക്ക് നടത്തിയ പ്രകടനത്തിലാണ് ഇടവക്കോട് വെച്ച് RSS പ്രവർത്തകർ ബോംബെറിഞ്ഞത്. തിരുവനന്തപുരത്ത് CPIMന് നേരെ RSSകാർ ആക്രമണം അഴിച്ചുവിടുകയാണെന്ന് ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. 8 പേരാണ് ഇവിടെ ആശുപത്രിയിൽ കിടന്നത്. ഒരാൾ കിംസിലാണ്. ഗുരുതരമായൊരവസ്ഥയിലേക്കാണ് ജില്ല പോകുന്നത്. സമാധാനം സ്ഥാപിക്കാൻ പോലീസ് കർശനമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. കുറ്റവാളികൾ ആരായാലും അവരെ കർശനമായി കൈകാര്യം ചെയ്യാൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള നടപടി പോലീസ് അടിയന്തരമായി സ്വീകരിച്ചില്ലെങ്കിൽ കൈവിട്ടു പോകുന്നൊരവസ്ഥയിലേക്കാണ് തിരുവനന്തപുരത്ത് RSS പ്ലാൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. തിരുമല കുണ്ടവൻ കടവിൽ CPIMന്റെ കൊടിമരം തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് 2 RSS പ്രവർത്തകർ പിടിയിലായി. തടിയൻകുമാർ, രാജേഷ് എന്നിവരെയാണ് പൂജപ്പുര പോലീസ് പിടികൂടിയത്. നെടുമങ്ങാട്ടും മലയങ്കീഴും നേരത്തെ RSS പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജനവിരുദ്ധ ഹർത്താലിൽ തൃശൂർ ജില്ലയിൽ വ്യാപക അക്രമം. SDPI BJP സംഘർഷത്തിൽ 3 BJP പ്രവർത്തകർക്ക് വെട്ടേറ്റു. പല മേഖലകളിലും ജനം ഹർത്താൽ തള്ളിക്കളഞ്ഞു. കടകൾ തുറക്കുകയും വാഹനങ്ങൾ ഓടുകയും ചെയ്തു. സ്ത്രീവിരുദ്ധ ഹർത്താലിനെ തൃശൂർ നഗരത്തിൽ ജനം പാടെ തള്ളിക്കളഞ്ഞു. അവശ്യ സാധനങ്ങൾ ലഭിക്കുന്ന കടകൾ തുറന്നു പ്രവർത്തിച്ചു. പോലീസ് സംരക്ഷണയോടെ KSRTC സർവീസ് നടത്തി. സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും സുഗമമായി ഓടി. നഗരത്തിൽ പ്രകടനം നടത്തിയ BJP പ്രവർത്തകർ ബോർഡുകളും കൊടിതോരണങ്ങളും വ്യാപകമായി നശിപ്പിച്ചു. ഗ്രാമീണ മേഖലയിൽ വ്യാപക അക്രമമാണ് BJP സംഘപരിവാർ പ്രവർത്തകർ അഴിച്ചുവിട്ടത്. CPIM ഓഫീസുകൾക്ക് നേരെയും പ്രവർത്തകർക്ക് നേരെയും വ്യാപകമായി അക്രമം ഉണ്ടായി. വടക്കാഞ്ചേരിയിലും മാളയിലും CPIM ഓഫീസുകൾ തല്ലിത്തകർത്തു. കൊടുങ്ങല്ലൂരിൽ DYFI പ്രവർത്തകനെ RSS ഗുണ്ടകൾ ക്രൂരമായി മർദ്ദിച്ചു. കൊടുങ്ങല്ലൂർ പടിഞ്ഞാറെ വെമ്പല്ലൂർ സ്വദേശി മുഹമ്മദ് റിഷാൻ ആണ് ഇരുമ്പ് വടി കൊണ്ടുള്ള മർദ്ദനം ഏറ്റത്. ഗുരുതരമായി പരിക്കേറ്റ റിഷാൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൃശൂർ വാടാനപ്പള്ളിയിൽ 3 BJP പ്രവർത്തകർക്ക് വെട്ടേറ്റു. ശ്രീജിത്ത്, സുജിത്ത്, രതീഷ് എന്നിവർക്കാണ് വെട്ടേറ്റത്. വാടാനപ്പള്ളി ഗണേശമംഗലത്ത് സംഘർഷമുണ്ടായത്. ഹർത്താലുമായി ബന്ധപ്പെട്ട് SDPI BJP സംഘർഷങ്ങളുടെ തുടർച്ചയായാണ് ആക്രമണം നടന്നത്. സ്ഥലത്ത് വലിയ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഹർത്താലിൽ കുടുങ്ങിയ ശബരിമല തീർത്ഥാടകർക്ക് DYFI പ്രവർത്തകർ ഭക്ഷണ വിതരണം നടത്തി. ന്യൂസ് ഡെസ്ക്. സംഘപരിവാർ ഹർത്താലിന്റെ മറവിൽ നടത്തിയ അക്രമത്തെ തുടർന്ന് എറണാകുളം ജില്ലയിൽ അറസ്റ്റ് തുടരുന്നു. ഇതുവരെ 350 പേരെയാണ് വിവിധയിടങ്ങളിൽ നിന്നായി അറസ്റ്റ് ചെയ്തത്. അക്രമികളുടെ പട്ടിക തയ്യാറാക്കിയ പോലീസ് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും അറിയിച്ചു. എറണാകുളം റൂറൽ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 33 കേസുകളിലായി 107 സംഘപരിവാർ പ്രവർത്തകരെയാണ് റൂറൽ പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. CPIM പറവൂർ, ആലങ്ങാട് ഏരിയ കമ്മിറ്റി ഓഫീസുകൾക്ക് നേരെ RSS പ്രവർത്തകർ ആക്രമണം നടത്തിയിരുന്നു. വനിതാ പോലീസിനെയും ഭർത്താവിനെയും മർദ്ദിച്ച കേസിലും വടക്കേക്കര പോലീസ് സ്റ്റേഷനു നേരെ കല്ലെറിഞ്ഞ് സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്ത BJP പ്രവർത്തകർ ഉൾപ്പെടെയാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതേസമയം കൊച്ചി സിറ്റി പരിധിയിലും അക്രമം നടത്തിയതിന് 26 കേസുകളിലായി 250 പേർ ഇതിനകം അറസ്റ്റിലായിട്ടുണ്ട്. 33 പേർ കരുതൽ തടങ്കലിലുമാണ്. അക്രമികളായ RSS BJP പ്രവർത്തകരുടെ പട്ടിക പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിനാൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. സംഘപരിവാർ അക്രമത്തിൽ പ്രതിഷേധിച്ച് CPIM പ്രവർത്തകർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനവും നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംഘപരിവാർ ആക്രമണത്തിൽ തകർന്ന KSRTC ബസ്സുകൾ തിരുവനന്തപുരം നഗരത്തിൽ വിലാപയാത്ര നടത്തി. സംസ്ഥാന വ്യാപകമായി 100ഓളം KSRTC ബസ്സുകൾ തകർന്നതായും 3.35 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായും KSRTC മാനേജിംഗ് ഡയറക്ടർ ടോമിൻ തച്ചങ്കരി മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമലയിലെ സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് NSSഉം യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തി. സംസ്ഥാനത്തെമ്പാടുമായി നടന്ന RSS അക്രമങ്ങളിൽ 100ഓളം KSRTC ബസ്സുകളാണ് ഇതുവരെ തകർന്നത്. 3,35 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഇതുവഴി KSRTCക്ക് ഉണ്ടായതെന്ന് MD ടോമിൻ തച്ചങ്കരി മാധ്യമങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് ഈ കഷ്ടത്തിലോടുന്ന നഷ്ടത്തിലോടുന്ന ഈ സ്ഥാപനം ഒന്ന് തിരിച്ചു വരുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത്തരത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഹർത്താലുകളിൽ KSRTCയെ പ്രധാനമായി ആക്രമിച്ചുകൊണ്ടുള്ള ഇതുപോലെയുള്ള നഷ്ടങ്ങൾ ഒഴിവാക്കണമെന്നാണ് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്.
KSRTCയുടെ ചീഫ് ഓഫീസിൽ നിന്ന് MD തച്ചങ്കരിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ തിരുവനന്തപുരം നഗരത്തിൽ പ്രകടനം നടത്തി. തൊട്ടുപിന്നിലായി KSRTC ബസ്സുകൾ നിരനിരയായി സ്റ്റാച്യുവിലേക്ക് വിലാപയാത്ര നടത്തി. ശബരിമലയിൽ സ്ത്രീകൾ ദർശനം നടത്തിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. NSS താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹർത്താൽ അതിക്രമങ്ങൾ തടയാൻ പോലീസിന്റെ സ്പെഷ്യൽ ഡ്രൈവ്. ബ്രോക്കൺ വിൻഡോ എന്ന പേരിലാണ് പോലീസ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നത്. ഹർത്താൽ അക്രമങ്ങളിൽ നിലവിൽ സംസ്ഥാനത്ത് 226 പേരെ അറസ്റ്റ് ചെയ്തു. മലപ്പുറത്ത് RSS BJP ഹർത്താലിനിടെ അക്രമങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ പോലീസ് ജാഗ്രത. 22 കേസുകളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത്. അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് വ്യാപാരികളുടെയും മാധ്യമപ്രവർത്തകരുടെയും പ്രതിഷേധ മാർച്ചുകൾ ഇന്ന് നടക്കും. മലപ്പുറം ജില്ലയിൽ പൊന്നാനി, ചമ്രവട്ടം, വാഴക്കാട്, എടപ്പാൾ എന്നിവിടങ്ങളിലാണ് സംഘർഷമുണ്ടായത്. ചമ്രവട്ടത്ത് ഹർത്താൽ അനുകൂലികളുടെ അക്രമത്തിൽ പൊന്നാനി CI അടക്കം 7 പേർക്കും എടപ്പാളിൽ 4 പേർക്കും പരിക്കേറ്റിരുന്നു. അക്രമങ്ങളുണ്ടായ ഇടങ്ങളിലും തീരദേശ മേഖലയിലും പോലീസ് കാവൽ തുടരുകയാണ്. ഇതുവരെ രജിസ്റ്റർ ചെയ്ത 22 കേസുകളിൽ 12 പേർ അറസ്റ്റിലായി. 20ഓളം പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. 5 ഇടങ്ങളിലായി 18 പേരെ കരുതൽ തടങ്കലിൽ വെച്ചിട്ടുണ്ട്. 2 ദിവസങ്ങളിലായി മലപ്പുറം ജില്ലയിൽ മാത്രം 6 CPIM പ്രാദേശിക ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. കച്ചവട സ്ഥാപനങ്ങളും നിരവധി സ്വകാര്യ വാഹനങ്ങളും അക്രമി സംഘം നശിപ്പിച്ചു. ശബരിമല ദർശനം നടത്തിയ കനകദുർഗയുടെ വീടിനും പോലീസ് കാവൽ തുടരുകയാണ്. സംസ്ഥാനത്തെ അക്രമ പരമ്പരകളിൽ പ്രതിഷേധിച്ച് മാധ്യമപ്രവർത്തകരും വ്യാപാരികളും ഇന്ന് മലപ്പുറം നഗരത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. സ്ത്രീവിരുദ്ധ ഹർത്താലിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ കോൺഗ്രസുകാരും അണിനിരന്നു. BJPയുടെ B ടീമാണ് കോൺഗ്രസ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ദില്ലിയിലെ കേരള ഹൌസിലേക്ക് നടത്തിയ മാർച്ച്. അതേസമയം മാർച്ചിൽ പങ്കെടുത്തവർ ദില്ലിയിലും മാധ്യമപ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചു. ശബരിമല യുവതീ പ്രവേശന വിധി വന്ന സമയം തൊട്ട് വ്യക്തമായ നിലപാടില്ലാതെ ചാഞ്ചാടിയിരുന്ന BJPയും കോൺഗ്രസും സമരമുഖത്ത് കൈചേർത്ത് അണിനിരക്കുന്ന സാഹചര്യമാണ് ദില്ലിയിലുണ്ടായത്. ദില്ലി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാവായിരിക്കുന്ന കേശവൻകുട്ടിയടക്കം BJPയുടെ മാർച്ചിൽ അണിനിരന്നു. അദ്ദേഹത്തോടൊപ്പം നിരവധി കോൺഗ്രസ് പ്രവർത്തകരും ഉണ്ടായിരുന്നു. ഇതോടെ BJPയുടെ B ടീമാണ് കോൺഗ്രസ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ദില്ലിയിലെ കേരള ഹൌസിലേക്ക് നടത്തിയ മാർച്ചിൽ വ്യക്തമായി മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കാൻ തന്നെയായിരുന്നു അക്രമികളുടെ തീരുമാനം. കേരള ഹൌസിലേക്ക് കല്ലേറ് നടത്തിയ അക്രമികൾ മാധ്യമപ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു. മലയാള ദൃശ്യമാധ്യമ പ്രവർത്തകർക്കൊപ്പം ദേശീയ മാധ്യമങ്ങളെയും അക്രമികൾ മർദ്ദിക്കാൻ ശ്രമിച്ചു. തമിഴ്നാട് വനിതാ റിപ്പോർട്ടറുടെ ഫോൺ നിലത്തെറിഞ്ഞ് തകർത്തവർ നിരവധി ക്യാമറകളും തകർത്തു. അക്രമികൾക്കെതിരെ പോലീസിൽ മാധ്യമപ്രവർത്തകർ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. അയ്യപ്പ ദർശനം സാധ്യമായില്ലെന്ന് ശ്രീലങ്കൻ യുവതി ശശികല. 18ാം പടി വരെ എത്തിയെങ്കിലും തടഞ്ഞു. ഭർത്താവും മകനും മാത്രമാണ് അയ്യപ്പ ദർശനം നടത്താനായത്. ആചാരങ്ങൾ പാലിച്ചാണ് താൻ മല കയറിയത്. താൻ തികഞ്ഞ ഭക്തയാണെന്നും അവർ പമ്പയിൽ പ്രതികരിച്ചു. இருங்க நான் சொல்றேன் 48 நாள் இது ஐயப்பன் விளையாட்டு. நான் வந்து கடவுள் நம்பிக்கை உள்ள 48 நாள் விரதம் நான் இருந்திருக்கேன். புரியுதுங்களா? அப்ப என்ன விடையில அவங்க எதுக்கு விடாம விட்டவங்க? அந்த பொலிச அவங்க நின்னாங்க, அதுல இது பண்ணினாங்க, பார்த்துட்டு போவனா அப்படின்னு சொல்லி இது பண்ணினாங்க. என்னிட்ட அங்க போனது பிறகு அப்புறம் சொன்னாங்க. ஆமா ஆமா. அப்புறம் அங்கே உங்களை திருப்பி விட்டாங்க. யாரு? போலீஸ் திருப்பி? ஆமா. இல்ல இல்ல, என்ன தரிசனம் நடத்த விடையில உங்களை மேல போக அவங்க அனுமதி தரலையா? இல்ல நீங்க போலையா? நான் வந்து அமைதியா இருக்க விரும்புறேன். என்ன விளத்துங்க, ஐயப்பன் சொல்லுவாரு, உங்க எல்லாருக்கும் பதில் கிட்டடியில கிடைக்கும். சரியா? உங்க பேரு என்ன? ஏன் பேரு பக்தைக்கு பேர் தேவையில்லைங்க. நான் எதுக்கும் பயப்பட மாட்டேன்.
ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഓർഡിനൻസ് ഇറക്കണമെന്ന ആവശ്യത്തിൽ യുഡിഎഫിൽ ഭിന്നത. ശബരിമല വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് ഇറക്കണമെന്ന വിഷയം യുഡിഎഫ് എംപിമാർ ചർച്ച ചെയ്തിട്ടില്ല എന്ന് കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വവുമായി ആലോചന നടത്തിയേ തീരുമാനമെടുക്കാനാകൂവെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം യുഡിഎഫിലെ 7 എംപിമാർ നടത്തിയ പത്രസമ്മേളനത്തിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനായി പ്രധാനമന്ത്രിയെ കാണാൻ സമയം ചോദിച്ചിരിക്കുകയാണെന്ന് മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ MP കൂടിയായ കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയാതെയാണ് ഈ നീക്കമുണ്ടായിരിക്കുന്നത്. കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് അടക്കം പത്രസമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും കെപിസിസി അധ്യക്ഷനെ കാര്യമറിയിച്ചില്ല എന്നത് കോൺഗ്രസിലെ ഭിന്നത എടുത്തുകാണിക്കുന്നു. UDF എംപിമാരായ PK കുഞ്ഞാലിക്കുട്ടി, കൊടിക്കുന്നിൽ സുരേഷ്, NK പ്രേമചന്ദ്രൻ, ആന്റോ ആന്റണി, ജോസ് കെ മാണി, MK രാഘവൻ എന്നിവരാണ് ശബരിമല വിഷയത്തിൽ ഓർഡിനൻസ് ഇറക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ കാണുമെന്ന് അറിയിച്ചത്. വേണ്ട കാര്യത്തിൽ അവർ ഓർഡിനൻസ് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ശബരിമലയുടെ കാര്യത്തിലും കൂടി അവർ ഓർഡിനൻസ് കൊണ്ടുവരട്ടെ. ഞങ്ങളേതായാലും ഇത് സംബന്ധിച്ച് ഒരു ജോയിന്റ് ആയിട്ടുള്ള പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് അറിയില്ലെന്ന് കെപിസിസി അധ്യക്ഷനും എംപിയുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. അത് എനിക്ക് കെപിസിസി പ്രസിഡന്റ് എന്ന രൂപത്തിൽ എനിക്ക് അഖിലേന്ത്യാ നേതൃത്വമായിട്ട് ബന്ധപ്പെടണം ആ കാര്യത്തിൽ. അതിപ്പോ കെപിസിസി പ്രസിഡന്റ് എന്ന രൂപത്തിൽ അത് ഞാൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നല്ല ചർച്ച നടത്തിയിരിക്കുന്നത് കേട്ടോ. താനും AK ആന്റണിയും ശശി തരൂരും KC വേണുഗോപാലും വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തോട് ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനത്തിലെത്താനാകുമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഓർഡിനൻസിന്റെ കാര്യത്തിൽ എംപിമാരുടെ തീരുമാനത്തെ തള്ളുകയും ചെയ്തു മുല്ലപ്പള്ളി. ന്യൂസ് ബ്യൂറോ, ദില്ലി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ദേശീയ പണിമുടക്കിൽ കടകമ്പോളങ്ങൾ അടച്ചും വാഹന ഗതാഗതം ഒഴിവാക്കിയും ആളുകൾ സഹകരിക്കണമെന്ന സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. GST വന്നതിനു ശേഷം ചെറുകിട കച്ചവട മേഖല പൂർണ്ണമായും തകർന്നുവെന്നും അതിനാൽ അവർ കൂടി ഇതിൽ പങ്കാളികളാകണമെന്നാണ് തങ്ങൾ അഭ്യർത്ഥിക്കുന്നത് എന്ന് INTUC തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VR പ്രതാപൻ, CATU നേതാവ് C ജയൻ ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നമ്മളുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നതിനും അതിന് ന്യായമായ വില കിട്ടുന്നതിനും ആളുകളുടെ വാങ്ങൽ ശേഷി നിലനിർത്തുന്നതിനും ഒക്കെ വേണ്ടിയാണ് ഈ പ്രക്ഷോഭം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് കടകളും കമ്പോളങ്ങളും നടത്തുന്ന ആളുകളും അത് തിരിച്ചറിഞ്ഞ് ഈ പണിമുടക്കിൽ പങ്കാളികളായി കടകളും കമ്പോളങ്ങളും അടച്ചിടണം എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്. എല്ലാം എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ തൊഴിൽ നിയമങ്ങളെല്ലാം മാറ്റുന്നത് നമ്മുടെ നാട്ടിലെ ഒരു ഭാഗം ആളുകൾ വന്നിരിക്കും. അയോധ്യ കേസിൽ ഉടൻ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. തകർക്കപ്പെട്ട ബാബറി മസ്ജിദ് നിലനിന്ന അയോധ്യയിലെ 2.77 ഏക്കർ തർക്കഭൂമി സുന്നി വഖഫ് ബോർഡ്, നിർമോഹി അഖാര, റാംലല്ല എന്നിവയ്ക്കായി വിഭജിച്ചു നൽകണമെന്ന 2010 അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരെ 14 ഹർജികളാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത്. ഈ ഹർജികളിൽ തുടർച്ചയായ വാദം കേൾക്കണമെന്നാണ് പൊതു താൽപര്യ ഹർജി. കേസ് വാദം കേൾക്കാനായി ഉചിതമായ ബെഞ്ചിനെ സുപ്രീംകോടതി തീരുമാനിക്കണമെന്ന കാര്യവും ഹർജിക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹർജികളിൽ വാദം കേൾക്കാനായി ചീഫ് ജസ്റ്റിസ് 3 അംഗ ബെഞ്ചിനെ നിയോഗിക്കാനാണ് സാധ്യത. UDFന്റെ വ്യാജ പ്രചരണത്തിനെതിരെ പ്രതിഷേധവുമായി പാത്താമുട്ടം മുട്ടുചിറ നിവാസികൾ. DYFI അതിക്രമം ഭയന്ന് പാത്താമുട്ടം പള്ളിയിൽ 6 കുടുംബങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുവെന്ന വ്യാജ പ്രചാരണമാണ് UDF നിരന്തരം നടത്തുന്നത്. UDFന്റേത് കള്ളപ്രചരണമാണെന്നും രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള നീക്കമാണെന്നും ആരോപിച്ച് നാട്ടുകാർ തന്നെ രംഗത്തെത്തി. ഡിസംബർ 23-ന് CSDS നേതാവ് ജോൺസന്റെ നേതൃത്വത്തിലിറങ്ങിയ കരോൾ സംഘം പ്രദേശത്തെ 7 യുവാക്കളെ അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു. മർദ്ദനമേറ്റവർ ആശുപത്രിയിൽ പോയതറിഞ്ഞ ഗായിക സംഘത്തിലെ അക്രമികൾ പള്ളി ആക്രമിച്ച ശേഷം അത് ഡിവൈഎഫ്ഐക്കാരാണെന്ന് പ്രചരിപ്പിക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ നേരിട്ടെത്തി നുണപ്രചരണത്തിന് നേതൃത്വം നൽകി. ആക്രമണം ഭയന്ന് പള്ളിയിൽ 6 കുടുംബങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണെന്ന വ്യാജ പ്രചരണമാണ് UDF നിരന്തരം നടത്തിയത്. എന്നാൽ കൈരളി വാർത്താ സംഘം എത്തുമ്പോൾ പള്ളിക്കുള്ളിൽ ആരുമുണ്ടായിരുന്നില്ല. പക്ഷേ കുടുങ്ങിക്കിടക്കുന്നയാൾ നാട്ടുകാർക്കിടയിലൂടെ പള്ളിയിലേക്ക് പോകുന്നതും കാണാനായി. മുൻകൂട്ടി അറിയിച്ച് UDF നേതാക്കന്മാരെത്തുമ്പോൾ മാത്രമാണ് 6 കുടുംബങ്ങൾ പള്ളിയിൽ എത്തുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. ഇന്നും പത്രം എടുക്കുമ്പോൾ എന്നും ഇത് തന്നെ വാർത്ത. പീഡിപ്പിച്ചു, 7 പേര് കൂടി അവരുടെ സെക്രട്ടറിയുടെ മകളെ പീഡിപ്പിച്ചു, ഭാര്യയെ പീഡിപ്പിച്ചു, പുറത്തോട്ടിറങ്ങാൻ മേല, പള്ളി കുടുങ്ങിക്കിടക്കുവാന്ന് പറഞ്ഞ് അതൊരു ബഹളം. ഇതാരെ കുടുങ്ങി? ഇതൊന്നുമില്ല, ഇതെല്ലാം കള്ളവ ഇവർ പറയുന്നത് മൊത്തം.
നിമിഷ നേരം കൊണ്ട് ആ കൊച്ചുങ്ങളെല്ലാം അവന്മാർ അടിച്ച് അവിടുന്ന് വഴിയെ ഓടിക്കുമായിരുന്നു. കമ്പിവടിയും അവർ കയ്യിലുണ്ടായിരുന്ന ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു അവരുടെ കൈ. വിവിധ മാധ്യമങ്ങളിലും ജനങ്ങളിലൂടെ കുടുങ്ങിക്കിടക്കുമെന്ന് പറഞ്ഞ് കള്ള പ്രചരണം നടത്തുകയാണ്. മുട്ടുചിറ സന്ദർശിച്ച പ്രതിപക്ഷ നേതാവിനോട് നാട്ടുകാർ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചെങ്കിലും അത് കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല വന്നിരുന്നു. ഞങ്ങൾ ഒരു നിവേദനം സമർപ്പിച്ചു. പക്ഷെ ഞങ്ങൾ പറയുന്ന ഒരു വാക്ക് പോലും കേൾക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. യാഥാർത്ഥ്യം മറച്ചുവെച്ച് വ്യാജവാർത്തകളിലൂടെ അപമാനിക്കാനുള്ള ശ്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് പാത്താമുട്ടം മുട്ടുചിറ കോളനിയിലെ അമ്മമാരുടെയും സഹോദരിമാരുടെയും തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോട്ടയം.